നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. കൊറോണ കാലത്ത് മാസ്ക് വെച്ചപ്പോഴാണ് പലർക്കും തന്റെ വായ്നാറ്റത്തെ കുറിച്ച് ഒരു സെൽഫ് അവയർനെസ് കിട്ടിയത്. അതുവരെ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാത്രമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് വായ്നാറ്റത്തെ കുറിച്ച് നോക്കിയാലോ. എല്ലാത്തരം വായ്നാറ്റവും വായുടെ അകത്തു നിന്നുണ്ടാവുന്നതാവണമെന്നില്ല. നമുക്ക് ദീർഘകാലമായുള്ള കിഡ്നി സംബന്ധമായതോ ലിവർ സംബന്ധമായ അസുഖം, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഇനി പെപ്റ്റിക് അൾസർ, കുടൽ സംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി, ഇതുമൂലമൊക്കെ തന്നെ നമുക്ക് അസഹനീയമായ വായ്നാറ്റം അനുഭവപ്പെടാം. ഇനി വായിൽ നിന്നുള്ള വായ്നാറ്റം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മുടെ വായിലുള്ള കേടുപല്ലുകൾ, അതിന്റെ അകത്ത് അടിഞ്ഞുകൂടുന്ന ഭക്ഷണാവശിഷ്ടം, അതുപോലെ മോണരോഗം, മോണപ്പഴുപ്പ്, ഇനി അണുബാധ, പൂപ്പൽ ബാധ, അതുപോലെ പല്ലെടുത്ത മുറിവോ മറ്റു സർജറി കഴിഞ്ഞ മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു അണുബാധ ഉണ്ടായാൽ നമുക്ക് വായ്നാറ്റം ഉണ്ടാവും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ മൂക്കടപ്പ്, ജലദോഷം, ടോൺസിലൈറ്റിസ് തുടങ്ങിയ മറ്റ് രോഗാവസ്ഥകൾക്കും നമുക്ക് വായ്നാറ്റം ഉണ്ടാവാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളുണ്ടാവും. അതൊന്ന് മാറ്റി പിടിച്ചാൽ ഈ വായ്നാറ്റം പകുതിയിലധികം മാറും. ഇനി അടുത്ത കാര്യം, നമ്മൾ വായിൽ അപ്ലയൻസ് വയ്ക്കുന്നവരുണ്ടെങ്കിൽ, RPD പോലുള്ള പ്ലേറ്റിൽ പല്ലക്ക് വെക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്യാതെയാണ് വായിൽ വെക്കുന്നെങ്കിൽ അതുമൂലവും വായ്നാറ്റം ഉണ്ടാവാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വാ വരണ്ടിരിക്കും, ഉമിനീരിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് വായിൽ ബാക്ടീരിയ പെരുകുന്നതും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വായ്നാറ്റം അനുഭവപ്പെടുന്നതും. ഇതേ കാര്യം രാവിലെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? ധാരാളം വെള്ളം കുടിക്കുക. വായ്ക്ക് നനവുണ്ടെങ്കിൽ നമുക്ക് വായ്നാറ്റത്തെ തടഞ്ഞു നിർത്താം. അതോടൊപ്പം പറയേണ്ടതില്ലല്ലോ, എന്ത് ഭക്ഷണം കഴിച്ചാലും വാ കഴുകണം. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങളുണ്ട്, അതായത് വെളുത്തുള്ളി, സവോള തുടങ്ങിയതൊക്കെ വായ്നാറ്റം ഉണ്ടാക്കുന്നതാണ്. ഇനി പോട് പല്ലുണ്ടെങ്കിൽ അത് അടച്ചു വെക്കുക. മോണരോഗം ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് മോണപ്പഴുപ്പ് മാറ്റുക. ബ്രഷ് ചെയ്യുമ്പോൾ നാവ് ശുചിയാക്കാൻ മറക്കരുത്. നാക്കിന്റെ ഉപരിതലം നല്ല വൃത്തിയായിരുന്നില്ലെങ്കിലും വായ്നാറ്റം ഉണ്ടാവാം. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വായ്നാറ്റത്തെ മാറ്റിയെടുക്കാം. ഇതേപോലെ വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് ഡോക്ടറിനെ ഫോളോ ചെയ്യാൻ മറക്കരുത്.